എൻ്റെ പൊന്നുരാമ, അധികം ഒന്നും ചോദിക്കുന്നില്ല. ഒരിച്ചിരി ബുദ്ധി നിന്റെ ഈ വാനരസേനയുടെ തലയിൽ നിനക്ക് കൊടുക്കായിരുന്നില്ലേ? എങ്കിൽ ഇപ്പൊ ഇതൊക്കെ കാണേണ്ടി വരുമായിരുന്നു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു കബാബ് റെസ്റ്റോറൻറ്റിൽ ആ മെന്യൂവിൽ ബീഫ് ഐറ്റംസ് ഉണ്ട് എന്നും പറഞ്ഞിട്ട്, അത് ഞങ്ങളുടെ ദൈവമാണെന്നും പറഞ്ഞിട്ട് ആ ഹോട്ടൽ അടിച്ചു പൊളിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരെ മൊത്തം തല്ലിച്ചതച്ചു. എന്നിട്ട് അവിടുത്തെ ജയശ്രീരാമൻ വിളിച്ചു വരുന്ന മലവാണങ്ങളെയാണ്. ഇത്രത്തോളം ബുദ്ധി കൂടിയ ഇത്തരത്തിലുള്ള നമ്മുടെ വാനരസേനയാണ് നമ്മുടെ സംഘജയം സംഘശക്തി എന്നൊക്കെ പറയുന്നത് അല്ലേ. എന്താണെങ്കിലും രാമന് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. രാമൻ ഇവന്മാർക്ക് വാലും കൂടെ കൊടുത്ത് വിടണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവന്മാരെ നമുക്ക് കൊരങ്ങസേന എന്ന് വിളിച്ച് ആൾക്കാർ ആ രീതിയിൽ അങ്ങ് കാണുമായിരുന്നു. ഇപ്പം അത് പറ്റില്ല. മനുഷ്യരൂപത്തിൽ വിട്ടതുകൊണ്ട് ഇത് മനുഷ്യനാണോ ഇത് കൊരങ്ങനാണോ എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഏത് നാട്ടുകാരും. ഈ വീഡിയോ ഒന്ന് കാണും, ന്യൂസ് ഒന്നും കേൾക്കുക. In a kebab restaurant in England, cow meat on the menu caused a reaction from a group of Indian customers. The group damaged the venue after an argument with restaurant employees. The incident has once again brought cultural sensitivities and different religious beliefs to the fore in the country. According to British media reports, the incident occurred in a kebab shop in a busy area of London. A group of customers of Indian origin started arguing with restaurant employees when they noticed that there were cow meat products on the menu. Considering the inclusion of the cow, which is considered sacred in their beliefs, on the menu as disrespectful, the group attacked the restaurant and destroyed the items after the argument. We have a variety of meat products on our menu and we try to serve our customers in a respectful way. But there can be no justification for such an attack. We respect everyone's beliefs, but this kind of behavior is unacceptable. Police arrived at the scene, dispersed the group, and launched an investigation into those involved in the attack. The incident has revived a debate in the UK about the need to manage religious and cultural sensitivities in multicultural societies where different cultures coexist. While it is stated that the judicial process regarding the attack continues, local governments are called to focus on social cohesion projects in order to prevent similar incidents from occurring. സംഭവം മനസ്സിലായില്ലേ? അത് തന്നെയാണ്. അപ്പം ഒരു ഹോട്ടലിൽ കയറി, റെസ്റ്റോറൻറ്റിൽ കയറി, അവിടുത്തെ മെനു കണ്ട് മെനുവിൽ ബീഫ് ഐറ്റംസ് ഉണ്ട്. അത് അവരോട് പറഞ്ഞു, അത് ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ തള്ളയാണ്, ഗോമാതാവാണ്, ഞങ്ങളുടെ പശുത്തള്ളയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മെനു ഒന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അത് പാടില്ല, അത് നടക്കില്ല എന്ന് തിരിച്ചവരും പറഞ്ഞു. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി അവസാനം അടിയായി. ആ റെസ്റ്റോറൻറ്റിൻ്റെ പകുതി ഭാഗം അടിച്ചു പൊളിച്ചു. അവിടുത്തെ ജീവനക്കാരെ അങ്ങോട്ട് നല്ലോണം കൊടുത്തു. അവന്മാർക്ക് വാനരസേന നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവന്മാരെ തിരിച്ചും കൊടുത്തു, അവന്മാരെ തിരിച്ചു ഓടിച്ചു. ഇപ്പോൾ പോലീസ് കേസായിട്ടുണ്ട്. ഈ വാണങ്ങൾ ഏതൊക്കെ നാട്ടിൽ ചെല്ലുമോ അവിടെയൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും കുത്തിക്കഴപ്പ് കാണിക്കുകയും ചെയ്യും. അവിടെ സമാധാനത്തോടെ ജീവിക്കുന്ന ബാക്കി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പെടുകയും ചെയ്യും. ഇവന്മാർ കാനഡയിൽ പോയി കാണിച്ച ചെറ്റത്തരങ്ങളൊക്കെ നമ്മൾ പല ന്യൂസിലായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു. അതുപോലെ തന്നെ സകലമാന സ്ഥലത്തും ഈ വാണങ്ങൾ ചെല്ലും. അവിടെ ബീഫിൻ്റെ പേരിലും രാമൻ്റെ പേരിലും സകലമാന പേരിലും വരെ അവിടെ അടിയുണ്ടാക്കും. എന്തൊക്കെ ചെറ്റത്തരം കാണിക്കാൻ പറ്റും ആ ചെറ്റത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് അവസാനം ഞങ്ങളുടെ വിശ്വഗുരു മോദിജി ഞങ്ങളെ രക്ഷിക്കാൻ വരുമെന്നും പറയും. അവസാനം മോദിജി വരെ ഊമ്പി ഈ നാട്ടിലിരിക്കേണ്ട അവസ്ഥ വരും. ഇപ്പം അറ്റ്ലീസ്റ്റ് രോഗം മൊത്തം നമ്മുടെ പൈസ വെച്ചിട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കാൻ നമ്മുടെ താടിജിക്ക് പറ്റുന്നുണ്ട്. മൊത്തം കറങ്ങി വരാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതും പറ്റാണ്ട് ഒരു രാജ്യക്കാർ പോലും അടുപ്പിക്കാണ്ട് ഒരു മൂലക്കങ്ങാക്കും. അങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ പോക്ക്. അതല്ലാണ്ട് ഇംഗ്ലണ്ടിൽ പോയിട്ട് അവിടെ എന്താണ് ഈ ചിറ്റകളോണ്ടൊക്കെ പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കാണിച്ച വഷളത്തരത്തിനൊക്കെ എന്ത് പറയാനാ? സത്യം പണ്ട് ആരോ പറഞ്ഞ പോലെ ഈ പോത്തിനെ പിടിച്ചിട്ട് ഡോക്ടറാക്കാൻ പറ്റും, പക്ഷെ സംഘിനെ പിടിച്ചിട്ട് നടക്കില്ല എന്നാ. സംഘി എന്നും ചാണകപ്പുഴ മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ചിന്തകളോ ബുദ്ധിയോ ഈ സംഘിക്ക് ഒരു കാലത്തും വരില്ല. എന്നും ചാണകം തിന്ന് തൂറി ജീവിക്കുന്ന വെറും മരപ്പുഴുക്കളാണ് ഇറ്റളി എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് കാണിക്കും. ഇറ്റലി കാണിക്കുന്ന കാരണം കൊണ്ട് ആ നാട്ടിലെ സാധാരണ ഇന്ത്യക്കാരായിട്ടുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അനുഭവിക്കുന്നത്. ഇത് പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് നേതാക്കന്മാരില്ല. നേതാക്കന്മാരുള്ളതൊക്കെ അതിനേക്കാൾ വലിയ വാണങ്ങളാണ് ഈ സംഖ്യയുള്ള നേതാക്കന്മാരെന്ന് പറഞ്ഞത്. യാതൊരു ബോധവും വിവരവും ഇല്ലാത്ത ഇവരെ ബാക്കിൽ കൂടെ സ്ക്രൂ കയറ്റി വിട്ടിട്ട് ഈ പറഞ്ഞ പരിപാടിക്കൊക്കെ വിടുന്ന വാണങ്ങളാണ് ഇവരുടെ നേതാക്കളും. നമുക്കറിയാലോ നമ്മുടെ നാട്ടിലെ രാജ്യം ഭരിക്കുന്ന നേതാക്കളുടെ അവസ്ഥ. അപ്പോൾ ഇതുകൊണ്ടാണ്
ഇവന്മാർ എവിടെയൊക്കെ ചെല്ലുന്ന അവിടെയൊക്കെ പറയിപ്പിക്കും, നമ്മുടെ നാട്ടുകാരൊക്കെ പറയിപ്പിക്കും. എത്രയും പെട്ടെന്ന് ഈ രാജ്യത്തൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെങ്കിലുമൊക്കെ അവിടെ നിന്ന് അടിച്ചോടിക്കാനുള്ള പരിപാടി നോക്കിക്കൊള്ളാം. ഈ ചെറ്റകൾ അവിടെ വളരും തോറും നമ്മുടെ ഇന്ത്യക്കാർ, ബാക്കി സാധാരണ ജീവിക്കുന്ന ഇന്ത്യക്കാർ തളർന്നുകൊണ്ടേയിരിക്കും. ഇന്ത്യ എവിടെയും തളർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് അവസ്ഥ. എന്ത് പറയാനല്ലേ, ഓരോരോ ഓരോരോ വാനരസേന. അതിൻ്റെ ഒക്കെ ബാക്കിലും കൂടെ ഒരു വാല് വെച്ച് വിട്ടിരുന്നെങ്കിൽ പിന്നെ ഒരു രസം ഉണ്ടായിരുന്നു കാണാൻ. കുരങ്ങനെ വെച്ച് കല്ലെങ്കിലും എടുത്തെറിയായിരുന്നു. ഇത് മനസ്സിലാവില്ല ഇതിൻ്റെ ഉള്ളിലെ വിഷം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതൊക്കെ അണ്ടിനോട് അടുക്കുമ്പോഴാണ് മാങ്ങൻ്റെ പുളി അറിയാമെന്ന് പറഞ്ഞ പോലെ ഇവനൊക്കെ കയറി ഹോട്ടലിൽ ഭക്ഷണം വെച്ച് കൊടുത്തതിന് ശേഷമായിരിക്കും ഇവനൊക്കെ അറിയാൻ പറ്റുക ഇവനൊക്കെ ഏത് എണ്ണത്തിൽപ്പെട്ട ചെറ്റകളാണെന്നുള്ളത്. കഷ്ടം.